നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജിയിലുള്ള 2026 വർഷത്തെ ഫലങ്ങളാണ് പറയുന്നത്. ഈ ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുന്നത് ഭാരതീയ അസ്ട്രോളജി പോലെ തന്നെ സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള അസ്ട്രോളജിയാണ്. ചൈനീസ് അസ്ട്രോളജിയിൽ ഇപ്പോൾ കുതിര വർഷമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ ചൈനീസ് അസ്ട്രോളജി മൂലം ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ചൈനീസ് അസ്ട്രോളജിയിൽ ആദ്യമായിട്ട് പറയുന്നു, ഭരണി നക്ഷത്രക്കാർ 2026 7 ലക്കി ബാമ്പു വീടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് വെച്ചു പിടിപ്പിക്കണമെന്ന്. ചെറിയ 7 തൈകൾ വെച്ചു പിടിപ്പിച്ചാൽ മതി. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവര് 7 തണ്ട് ലക്കി ബാമ്പു ഒരു ബോട്ടിലാക്കി വെള്ളമൊഴിച്ച് അതിനെ സംരക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മഞ്ഞ റിബൺ കൊണ്ട് ഇത് ഒന്നിച്ച് ചേർത്ത് കെട്ടുന്നതും വളരെ നന്നായിരിക്കും. ഭരണി നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാർക്ക് 2026 തുടക്കത്തിൽ തന്നെ ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് മാതൃക ആക്കി കൊടുക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രശംസയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ചില സാഹചര്യങ്ങളൊക്കെ കാരണം നിങ്ങളുടെ ഒരു നിശ്ചിത കാലയളവിന് മുമ്പ് തന്നെ നിങ്ങൾ, അതായത് സർക്കാർ ജോലിയൊക്കെ ആണെങ്കിൽ ഒരു പ്രായപരിധിയൊക്കെ ഉണ്ട്, അതിനു മുമ്പ് തന്നെ നിങ്ങൾ വിരമിക്കുവാനുള്ള ഒരു തീരുമാനമൊക്കെ കൈക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളൊക്കെ അർദ്ധസമ്മതത്തോടുകൂടി മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതിൽ ചേരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കാര്യം പറഞ്ഞ് മാതാപിതാക്കളെ മനസ്സിലാക്കി അവരെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ദോഷമായിരിക്കും ഫലം ഉണ്ടാവുന്നത്. നിങ്ങളുടെ ആശയങ്ങളൊക്കെ പ്രവർത്തി പദത്തിലൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ അഹോരാത്രം ഒന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രായമായവരോടും സഹജീവികളോടും ഒക്കെയുള്ള വിനയം, സർവ ആദരങ്ങളും നിങ്ങൾക്ക് നേടിത്തരുന്നതിന് വഴിയൊരുക്കുന്നതാണ്. തൊഴിൽപരമായിട്ട് സ്ഥിരതയും പ്രയത്നത്തിനുള്ള ഫലവുമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രക്തക്കുറവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അബോധാവസ്ഥയൊക്കെ സംജാതമാകാനും ചില വീഴ്ചകളൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരവും ആരോഗ്യവും വളരെ ശ്രദ്ധിക്കണം. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശ യാത്രയൊക്കെ ഒരുപാട് കഠിനം നിറഞ്ഞതായിരിക്കും. എന്നാലും അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളൊക്കെ മുഖാന്തരമാണ് നിങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടില് മോഷണശല്യമൊക്കെ ഉണ്ടാവാനിടയുള്ളതിനാൽ സുരക്ഷാ നടപടികളൊക്കെ ശക്തമാക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ മേലധികാരിയായിരുന്ന സ്ഥാപനത്തിലൊക്കെയാണ് നിങ്ങൾക്ക് ഉദ്യോഗം കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ വെച്ച് തരുന്ന ഉദ്യോഗത്തിനുള്ള അവസരങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. വിശിഷ്ട വ്യക്തികളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങിലൊക്കെ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് നല്ല ഒരു അവസരം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഈ വർഷത്തിന്റെ ഒരു കാൽഭാഗമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നല്ല പ്രവർത്തികളൊക്കെ ചെയ്താലും അത് മറ്റുള്ളവർക്ക് വിപരീതമായിട്ട് തോന്നുന്ന ഒരു സമയമാണ്. ശത്രുശല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാലും നിങ്ങളുടെ സമ്പാദ്യശീലത്തിൽ നിങ്ങൾക്ക് വിശ്വാസവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തവരിൽ നിന്നൊക്കെ വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അത് അബദ്ധങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള ഒരു സംഘർഷവും മാനസികമായിട്ടുള്ള ഉന്മേഷക്കുറവും ഒക്കെ തോന്നുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് സംജാതമാകുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ തരണം ചെയ്യുന്നുണ്ട്. മേലധികാരികളോട് നിങ്ങൾ സംവാദത്തിനൊന്നും പോകരുത്. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് ദോഷം ചെയ്യുന്നതാണ്. നിങ്ങൾ അറിയാതെ ചെയ്തു പോയ ചില തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ബന്ധു സഹായത്താല് ഭൂമിയും ഭവനവും ഒക്കെ വാങ്ങാൻ ഇട വരുന്നതാണ്. എങ്കിലും ഇത് ഏതെങ്കിലും നിയമ നടപടികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഭൂമിയോ വസ്തുവോ ഒക്കെ ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിയമനിർദ്ദേശമൊക്കെ തേടണം. നിങ്ങൾക്ക് ഈ വർഷം പകുതിയോടെ ഉപരിപഠനം, വിവാഹം, സാമ്പത്തിക ഇടപാടുകൾ ഇവയൊക്കെ വളരെ
നന്നായിട്ട് നടന്നു പോകുന്നതാണ്. വിവാഹത്തിനൊക്കെ സമയമായിട്ടുണ്ട്. വിവാഹമാകാതിരുന്നവരുടെയൊക്കെ നിങ്ങളുടെ ആഗ്രഹമെല്ലാം സഫലമാകുന്നതാണ്. ചില ആളുകൾക്ക് ഓർമ്മശക്തി കുറവൊക്കെ വരുന്നതിനാൽ സാമ്പത്തിക വിഭാഗത്തിലുണ്ടായിരുന്ന ജോലിയിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന വസ്തുതർക്കമൊക്കെ മധ്യസ്ഥര മുഖാന്തരം പരിഹരിക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും മധ്യസ്ഥതയ്ക്ക് പോകുന്നതും കൂടാതെ നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില ചുമതലകളുണ്ട്, അതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതൊക്കെ ഇതെല്ലാം ഈ വർഷത്തിന്റെ പകുതിയോടെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എതിരായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്കൊക്കെ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുവാനായിട്ട് നിങ്ങൾ പരസഹായമൊക്കെ തേടുന്നതാണ്. ആശ്രയിച്ചു വരുന്നവർ തന്നെ നിങ്ങൾക്ക് വിനയാകാതെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ട് ഒന്നിച്ച് താമസിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ തൊഴിലൊക്കെ ക്രമീകരിക്കുന്നതാണ്. ആഗ്രഹ സാഫല്യമൊക്കെ ഈ വർഷത്തിന്റെ പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിലൊക്കെ അദൃശ്യമായിട്ടുള്ളൊരു ഈശ്വര അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവപ്പെടുന്നതാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. അസുലഭ നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് വിശാല മനസ്ഥിതിയോടുകൂടിയ സമീപം സൽകീർത്തിക്കും സജ്ജന പ്രീതിക്കുമൊക്കെ വഴിയൊരുക്കുന്നതാണ്. മുതിർന്ന ആളുകൾക്കൊക്കെ ചില പുതിയ തലമുറയുടെ ചില രീതികളൊക്കെ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഭരണി നക്ഷത്രക്കാര് പ്രായമായവര് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾക്ക് വിഷമം ഉണ്ടായാലും ഇപ്പോൾ കാലഘട്ടം മാറി നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലല്ല ഇപ്പോൾ ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവരവരുടേതായ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നതാണ്. അതിനായിട്ട് മനസ്സ് ഇട്ട് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. വിരോധികളായിരുന്ന പലരും സൗഹാർദ്ദത്തിൽ എത്തുന്നതാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെന്തിനാണ് നിങ്ങളോടൊപ്പം വീണ്ടും ചേരുന്നതെന്ന്. ശുചിത്വ പരിപാലനത്തിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 2026 അവസാനമാകുമ്പോഴേക്കും ഒരുപാട് അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സ്വന്തം നിലപാടിൽ നിന്നൊക്കെ വ്യതിചലിക്കാതെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ജീവിത നിലവാരത്തിൽ ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതിയാണ് 2026 അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈശ്വരാരാധനകൾക്ക് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ്. കൂടാതെ ആസൂത്രിത പദ്ധതികളിലൊക്കെ നിങ്ങൾ ഈ വർഷാവസാനം അനുകൂലമായിട്ടുള്ള വിജയം നേടുന്നതാണ്. അപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജിയെ നമ്മൾ മുഴുവനായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് 2026 പറയുന്നത്. എങ്കിലും ഒരു വർഷത്തിന്റെ പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല കാലം ആരംഭിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. അതായത് വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നുകൊണ്ടാണ് ഈ വർഷം നിങ്ങൾക്ക് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാര് എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിദ്യാർത്ഥികളോടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഭാഗത്തിലൊന്നും പോയി മാതാപിതാക്കളുടെ നിർബന്ധം മൂലം പഠിക്കാൻ ചേരരുത്. അത് നിങ്ങളുടെ സമയവും നഷ്ടമാക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് പ്രതിബന്ധത്തെയും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.